20 കിലോ വരെ ഇങ്ങനെ തൂക്കാം അല്ലേ? ഇങ്ങനെ തൂക്കാൻ പറ്റും. അതെങ്ങനെ തൂക്കുക? 200, 400, 600, 700 1 കിലോ. ഈ 1 കിലോ എത്തും. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ 20 ഉണ്ടാവും. നോക്കണ്ടോ ഈ ഒരു സാധനം? ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്ന മെതേഡി എന്നുള്ള സാധനമാണ്. ഇതും കാർഷിക അവാർഡാണ്. ജൈവകർഷകനുള്ളതാണ്. ഓല് വന്ന് ഓല് സെലക്ട് ചെയ്ത് ഓലെ ഇത് വിധി ചെയ്തതിനാണ്. നമ്മളിതല്ല. ഇതിനെന്താ പറയാ? ഈ സിസ്റ്റം എന്താ പറയാ? ഏത്തം. പഴയ കാലത്തെ ഏത്തം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇല്യാസ്കയുടെ വീട്. ആള് അവിടെ ഉണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് വരാമെന്ന് പറയുമ്പോൾ ആൾ എന്തോ ചെറിയ തിരക്കില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ആളിവിടെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആളുടെ വീട്. ഇതുണ്ടോ, എല്ലാം നാച്ചുറൽ ടച്ചുള്ള ഇതാണ്. കല്ലിനുണ്ടോ, കല്ല് സിമൻറ്റ് പോലും ഉപയോഗിക്കാണ്ട് ഒരു പ്രത്യേക സ്റ്റൈല്, പടവ് കാര്യങ്ങൾ, അതിൻ്റെ പോളിഷ് കാര്യങ്ങൾ. ഇതാണ് ഈ പറയുന്ന ആൾ. ഹായ് ഇല്യാസ്ക, നമസ്കാരം. അല്ല കൃഷിക്കാരല്ലോ, ഞാൻ കൃഷിക്കാരല്ല കേട്ടോ. അതെ ഞാൻ പറഞ്ഞ കയറി വരുമ്പോൾ തന്നെ ശരിക്കും. അതല്ലേ, ഇതുണ്ടോ ഇതുപോലത്തെ ഒരു കൺസ്ട്രക്ഷനൊന്നും നമുക്ക് ഇവിടെ അടുത്തൊന്നും നമ്മുടെ ഈ ഒരു പരിസരത്തില്ലല്ലേ? അടിപൊളി. ഇത് മണ്ണിൻ്റെ ടൈലല്ലേ? ടൈല്. ഓക്കെ. ഇപ്പോൾ ഉണ്ടോ സിറ്റ് ഔട്ടിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സോഫ സിസ്റ്റമൊക്കെ ഉണ്ടോ? വാതിൽ, മച്ച്, എല്ലാം വെറൈറ്റി. ഇതൊക്കെ മരം തന്നെയല്ലേ? പണ്ടത്തെ ഇതിനെന്താ പറയാ? റാന്തൽ ലൈറ്റ്. ഓക്കെ. ഫാന്. അവാർഡ് കാര്യങ്ങളൊക്കെ അതൊത്തിരി ഉണ്ടല്ലോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേട്ടോ. ഇതോ? ഒരുപാട് പഴക്കങ്ങളുള്ള തുമ്പകളാണ്. നിങ്ങൾക്ക് മറ്റേ എന്താണ് കാർഷിക അവാർഡ് കിട്ടിയെന്ന്? സ്റ്റേറ്റ് അഗ്രികൾച്ചർ അവാർഡ് 1999 അല്ലേ? അത് വാങ്ങണതിൻ്റെ ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് തരുന്ന ഫോട്ടോ ആണത്. ഇതല്ലേ നിങ്ങള്? ഇത് തിരിച്ചാണ് അവാർഡ് തൃശ്ശൂർ വെച്ചിട്ട്. ഇതിൽ നിങ്ങളെ അതാ ചോദിച്ചത്. രാധാകൃഷ്ണൻ സാറാണിത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കൃഷ്ണൻകണി അമ്പറമ്പിൽ എന്ന് പറഞ്ഞ നമ്മളെ അന്നത്തെ ഷോപ്പ് മന്ത്രിയാണ്. ഇത് പഴയകാലത്തെ മെതിയടി എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്ന മെതിയടി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതും അവാർഡുകൾ തന്നെയല്ലേ? അവാർഡുകളാണ്. അതിജീവനം, പിന്നെന്താണ് കാർഷിക ദിനം, പിന്നെ എന്തുണ്ടോ ഇല്യാസ് അരൂരിന് എന്താണ് സ്നേഹാഭിവാദ്യങ്ങൾ. തൃശ്ശൂരിലെ മന്ത്രി ഇത് നമ്മളെ പാലോളി മമ്മൂട്ടി. അത് ദേശാഭിമാനിൻ്റെ ആണ്. ഇത് ദേശാഭിമാനിൻ്റെ ഇതാണ്. പെരിന്തൽമണ്ണ വെച്ചിട്ടായിരുന്നു ബിംബൂര്. ഇതാരാ? ഫുള്ളും കുറെ ഇത് അതേപോലെയാണ്. ഇത് ബാംഗ്ലൂർ ആസ്വാദം വഹിച്ച സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ബാംഗ്ലൂരിൻ്റെ. ഇതും കാർഷിക അവാർഡാണ്. ജൈവകർഷകനുള്ളതാണ്. ഓല് വന്ന് ഓല് സെലക്ട് ചെയ്ത് ഓലെ ഇത് വിധി ചെയ്തതിനാണ്. നമ്മളിതല്ല. അടിപൊളി. ഒരുപാട് കാര്യങ്ങൾ പഴക്കമുള്ള റേഡിയോ കേട്ടോ. അതോ? ഏറ്റവും മേലെ കാണുന്നത് അത് വർക്ക് ചെയ്യില്ലേ? അതിൻ്റെ സ്പീക്കറുണ്ടോ? സ്പീക്കറൊക്കെ അവിടെ 60 വർഷം. ഇത് അതേമാതിരി
ഇത് മരം കണ്ടോ? പൊത്ത് വന്ന് നശിച്ചു പോയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ടീപ്പോയാണ്. ഒരു മരത്തിൻ്റെ മൊത്തം തടി. ആ മൊത്തം തടിയാണ്, ഒറ്റവടിയാണ്, ജോയിന്റ് ഇല്ല. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നശിച്ചു പോയതാണ്. അതിന്റെ കാതിൽ മാത്രം എടുത്തത് അല്ലേ? കാതിലല്ല, ബാക്കിയുള്ളൊക്കെ പൊത്തായി പോയ മരം എന്ന് പറയില്ല, അതേപോലെ പൊത്തായി പോയ മരത്തിന്റെ പുറന്തോട് കൊണ്ട് ഉണ്ടാക്കിയ പരിപാടിയാണ് ടീപ്പോയി അല്ലേ? വിറ്റാവൊന്നും കിട്ടൂല. അല്ല ഇതൊക്കെ കിട്ടാൻ ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടും. സെയിം സാധനം അല്ലേ? പൊത്ത് ആയ മരത്തിന്റെ സാധനമാണ്. അതിന് കുത്തണ വെച്ചിട്ട് അലമാരാക്കി. അതുപോലെ ഒരു 60 കൊല്ലത്തിലേറെ പഴക്കതാണ് ക്ലോക്ക്. ഇപ്പോഴും നടക്കും. ക്ലോക്ക് ഇപ്പോഴും നടക്കും. ചാവി കൊടുക്കുന്നതാണ്, ബാറ്ററി അല്ല. പണ്ടത്തെ പണ്ടത്തെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം? ഒരാഴ്ച. അതില് ചാവി ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച. അതായത് വെള്ളിയാഴ്ച. അപ്പൊ ആ ഡേറ്റ് തെറ്റാക്കാൻ വേണ്ടി വെള്ളിയാഴ്ച അതിന് വെച്ചാണ്. അപ്പൊ ഇതില് ഈ പെൻഡുലാണ് ടൈം ഇതില്ലേ? അതാണ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ല ഇത് അടിക്കുമ്പോൾ ഈ ടൈം ഇപ്പൊ 12 മണി എന്നൊക്കെ പറയുമ്പോൾ ടൈം അടിക്കും. ഇപ്പൊ ടൈം പഠിപ്പിക്കല്ല, മാർക്കൊണ്ട് ഒഴിവാക്കി വാശി നടക്കും കൃത്യമായിട്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വരിക അവിടെ. ഇത് മണ്ണാണ് ഈ സാധനം. ഇതോ മണ്ണിലാണ് ഞങ്ങൾ അരിപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്താ പറയാ? ബ്രാഗ് എന്ന് പറയും, ചാടി എന്ന് പറയും, പല പേരിൽ അറിയപ്പെടും. ചാടി ഫുൾ മണ്ണ് അല്ലേ? മണ്ണ്. ഇതിന്റെ അടപ്പ് മരമുണ്ടാക്കിയത്. പക്ഷെ അതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു കാലത്തും പൂപ്പിൽ വരില്ല, ഫംഗസ് കയറില്ല, ഒന്നും വരില്ല. ഇത് അതുപോലെ ഇത് പഴയ കാലത്തെ വെള്ളിക്കോൽ. ഗ്ലാസ് പഴയ കാലത്തെ വെള്ളിക്കോൽ 20 കിലോ വരെ ഇങ്ങനെ തൂക്കാം അല്ലേ? ഇങ്ങനെ തൂക്കാൻ പറ്റും. അതെങ്ങനെ തൂക്കുക? 200, 400, 600, 700 1 കിലോ. ഈ 100 1 കിലോ എത്തും. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ 20 ഉണ്ടാവും. ഈ രീതിയിൽ നിന്നാൽ 20 കിലോ ഉണ്ടാവും. ഇങ്ങനെ വന്നാലേ ഇത് ഇതിൻ്റെ തൂക്കാട്ടോ ഇപ്പൊ കാണിക്കണേ. അതുപോലെ റെഡിയാണോ എന്നറിയാം. ഈ പുള്ളി പിടിച്ചിട്ട് ഇത് നേരെ വരുന്ന അടിയാണ്. പിന്നെ ഇവിടെ വെയിറ്റ് വെക്കണ്, അതിനനുസരിച്ച് ഈ പുള്ളിമേൽ ഇങ്ങനെ തൂക്കം കിട്ടും. എന്താല്ലേ സയൻസ് പറ്റും. അല്ല ഇത് ഉണ്ടാക്കുന്ന സയൻസിനോട് എന്താ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ സാധനം ഉണ്ടാക്കാം. ഇത് അത് പഴയ കാലത്തെ ഒരു തുലാസാണ്. ഇത് നമ്മള് ഇതിന്റെ ഒരു വേറെ ടൈപ്പ് തന്നെയല്ലേ? ടൈപ്പാണ്. ഇതിന് ചങ്ങല പാത്രമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ അന്ന് തൂക്കണത് ഇവിടെ കരിങ്കല്ലിന് തോളം ഇട്ടിട്ട് ഒരു കല്ലാണ്ടാവുക. നമ്മളെ കട്ടി 18 കിലോ ഉണ്ടാകുക. റാത്തൽ എന്നായിരുന്നു പറയും. ഇതോടെ കൊളുത്തി അതുകൊണ്ട് ഇത് മലയിൽ പോള നോക്കാൻ അങ്ങനത്തെ ആവശ്യത്തിനായി ഈ സാധനം പോവാ. ഇത് മലയിൽ എവിടെ മരത്തുമ്പോൾ കൊളുത്തിട്ടാൽ ഇപ്പോഴും ഇതാ നേരെ നിൽക്കും. ഒരു ഇഞ്ച് അങ്ങോട്ട് കറക്റ്റ് ലെവലിലായിരിക്കും. പിന്നെ അതാണ് അതിന്റെ പ്രത്യേകത. പോള നോക്കല് തട എന്നാണ് ഈ സാധനത്തിന്റെ പഴയക്കാർ പേര്. തടയും വെള്ളിക്കും. പഴയ ഒരു ഇഞ്ചസിന്റെ സിസ്റ്റം അല്ലേ? വിയാവൂരി എന്നാണ് ഞാൻ പറയുക. വിയാവൂരി അവര് നോക്കണ്ടോ ഈ ഒരു സാധനം? വിധക്കാരൊന്നും വന്ന് കുത്തിപ്പൊളിച്ച് ഇതിന്റെ കൊടുക്കണ മരത്തിനുള്ളിൽ തന്നെ ഇതിന് തൊളിട്ടിട്ടാണ് ഈ വിയാവൂരി വരുന്നത്. ഇത് മറ്റേതല്ലേ, ചെമ്പല്ലേ, ബ്രാസ് അല്ലേ? അത് മറ്റേ സാധാരണതാണ്. പിന്നെ റെഡിയാക്കിയാണ്. നമ്മളൊന്ന് ലൈഫിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇതും പണ്ട് എൻ്റെ പഴയ തറവാട്ടിൻ്റെ ഒരു മുറി ഇങ്ങനെയായിരുന്നു.
ഇതൊക്കെ പഴയത് സെറ്റ് ചെയ്തിട്ടാണ് ആ ഓരോന്നും കിട്ടുന്നത്. ഇവിടെ ഉണ്ട് ഒരു റാന്തൽ വിളക്ക്. ഇതാ ഇത് ഇലക്ട്രിക്കാ? അതിനിപ്പോൾ ലൈറ്റ് കൊടുത്താൽ ആ ആ ഞാൻ കണ്ടു ഇതിനൊക്കെ മഴയിട്ടോണ്ട് കണ്ടിട്ട് കൊടുത്താൽ പഴയ അവിടെ ഉണ്ട് റാന്തൽ കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ ആ ഒരു മരത്തിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതെന്താ പത്തായോ? അപ്പോൾ ഇത് ഒരൊറ്റ തടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തതല്ല നാച്ചുറലി ദ്രവിച്ച് അതെ അതെ അതിൻ്റെ ഒരു പത്തായം കണ്ടോ. ഇവിടെ ഒരു ഡോറിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറ് പൊട്ടിപ്പോയതല്ലേ. ആ പട്ടികമ്മല് ഇതുണ്ടോ പണ്ടത്തെ വെള്ളം കോരുന്നൊരു സിസ്റ്റം ഉണ്ടോ? ഇതിനെന്താ പറയുക ഈ സിസ്റ്റം എന്താ പറയുക? ആ ഏത്തം യെസ് ഏത്തം ആ ഒരു ടൈപ്പ് മുക്കാൻ പാടില്ല, അതെ ഇറക്കാനാ പാടി. ഇത് നേരെ അങ്ങോട്ട് പോവാ. ആ വാഴത്തോട്ടത്തിലേക്കല്ലേ. കണ്ടോ സിമ്പിളാ പരിപാടി. ഏത്തം കൊണ്ട് വെള്ളം കോരുന്ന സിസ്റ്റം കേട്ടോ. ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിൽക്കൂലേ? അതൊക്കെ ഒരു താങ്ങ് കൊടുത്താൽ മതി. അങ്ങനെ പോരും. അപ്പോൾ ഞങ്ങൾ അവസാനം നമ്മുടെ ഇല്യാസ്കിൻ്റെ കിച്ചണിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ആ ഗോബർ ഗ്യാസ് നമ്മൾ അവിടെ കണ്ടില്ല, അത് ഗ്യാസ് കത്തിക്കുന്ന കൂടി കണ്ടു കഴിഞ്ഞാൽ സാധാ ഗ്യാസിനേക്കാളും ഇത് ഇതിപ്പോൾ ഏറ്റവും പവറാ? കൂടും നീ കൂടി അപ്പുറം പോയി വെച്ചിട്ടാ ഏറ്റവും കുറവില്ല. ഇതല്ലേ എത്രയും കൊടുക്കാം. തീക്കൊരു ബ്ലൂ കളറല്ലേ? ആ ചെറിയ കളറുണ്ടോ? സാധാ ഗ്യാസിൻ്റെ ആ ഒരു മണോ കാര്യമൊന്നും ഇല്ലല്ലേ? ഒന്നും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫുൾ കുക്ക് ചെയ്യണ ഈ ഒരു ഇതിലല്ലേ? ആ ഗ്യാസ് ഉണ്ട്, പക്ഷേ ഉപയോഗമില്ല. ആ അല്ല, ഈ സാധാ ഗ്യാസ് സ്റ്റവും ഈ ഇതിനും വ്യത്യാസമുണ്ട്. ഇതിവിടെ മേടിക്കാൻ കിട്ടും. ആ ഈ ഒരു ഹോൾസിന് വലുതുണ്ട്. ആ ശരിയാ, ആ ശരി ഇതുണ്ടോ ഈ ഒരു ഹോൾ കണ്ടോ? ഇതിൻ്റെ ഗ്യാസ് വരുന്ന ഇത് ചെറുതാണ്, അതിൽ വരുന്നത് കുറച്ച് വലുപ്പമുണ്ട് കണ്ടോ? ആ ഇത് കത്തിക്കലുണ്ടല്ലോ അല്ലേ? അതേ പൈപ്പ് ഒറ്റ പൈപ്പൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് പത്തായപ്പുര അല്ലേ? പത്തായപ്പുര ഇത് നമ്മള് സ്റ്റോർ റൂം. സ്റ്റോർ റൂം അപ്പുറത്തുള്ള കാണാണ്. ഇത് സ്റ്റോർ റൂമാണ്. ഇവിടെ മരത്തിന്റെ സാധനങ്ങൾ കണ്ടോ? ഇത് കൈലാറ്റ തൈര് കടയുന്നത് നല്ല പറയും. അത് കുഴപ്പമില്ല. വെള്ളം എന്താ നോക്കിയാ തൈര് കടയുന്നത് അല്ലേ? അത് മന്ദംകോല്. ഇതിന്റെ തള്ളക്കൈലുകൾ. ഇത് കൈലാറ്റ എന്നാണ് ഈ മൊത്തത്തിൽ ഇതിന്റെ പേര്. ചിരട്ട ഉണ്ടാക്കുന്ന കയ്യില്. ഇതൊക്കെ ചേട്ടക്കൈല് നമ്മൾ ഉപയോഗിക്കണ തന്നെയാണ്. ഇതാണ് കയ്യിലും എല്ലാ സാധനം കൊത്തുണ്ട്. ഇപ്പൊ സ്റ്റീലിന്റെ മോഡലായി മാറി. അപ്പൊ ഫുള്ള് നാച്ചുറലായിട്ട് പ്രകൃതി വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ചിരട്ടിട്ട് കത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടിയാണ്. പഴയ ഇടങ്ങാഴിയാണ്. ഇടങ്ങാഴി പിന്നെ അരനാഴി ഇല്ലേ? ഒക്കെ ഉണ്ട്. അല്ല കുഴപ്പമില്ല. എവിടെ അതാ ഇത് വാറുണ്ട്. അതിന്റെ ചെറുതായിട്ട് ഉള്ളിലോ കാസേറ് അല്ലേ? എന്റെ ഇരുമ്പിന്റെ കൊണ്ടിട്ട് പയ. ഇതൊക്കെ അലൂമിനിയത്തിന്റെ ആണ്. ഇത് കൊമ്പുറന്ന് പറയും. നെല്ല് ചാറാണ്, അരി ചാറാനൊക്കെ ഉപയോഗിക്കണതാണ്.
ഇത് അരി വട്ടമുറം എന്നാണ് ഇതിന്റെ പേര് പറയാ. ഇത് സാധാ മുറം. വട്ടമുറം എന്നാ പറയാ. അരി ചേരാനാ ഉപയോഗിക്കുക. അരിയിൽ കല്ല് കളയാനും ഇത് തവിട് കളയാനും. ഇതോ അതും അതന്നെ സാധനം. സെയിം സാധനം.